പിന്നെ ഇതിലേക്ക് പിന്നെ ചേർത്ത് നല്ലെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില നല്ലെണ്ണ ഒഴിച്ചിട്ട് എന്താ ചേർത്ത? നല്ലെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി അതൊക്കെ മൂപ്പിച്ചെടുത്തില്ലേ, അരിക്കെടുത്തു, കറിവേപ്പിലിട്ട് കായത്തിന്റെ പൊടി എടുത്തില്ല, കായത്തിന്റെ പൊടി ലാസ്റ്റ് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം കായപ്പൊടി തൂങ്ങാം. ഉലുവിൽ ഒരു നുള്ളു പൊടി ചേർക്കാം. ഉലുവ മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പൊ നല്ലോണം മുറുക്കി ഉണക്കട്ടെ അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉലുവ ജസ്റ്റ് അടിച്ചെടുത്ത് പാകത്തിനായി നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഉലുവ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതുപോലെ എടുക്കണം. കണ്ടോ, ഉലുവ ഈ ഒരു പാകത്തിനാക്കണം. അതിന് ശേഷം അത് തട്ടി കൊടുക്കാം. ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കാം. അതിൻ്റെ ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഞാനാക്കി നോക്കട്ടെ. അപ്പം അമ്മാമ ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നാരൊക്കെ വേറെ ഭാഗത്തേക്ക് ആക്കണം കേട്ടോ. പൊടി മാത്രം കിട്ടാൻ കണ്ടോ. എന്നിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ ഉലുവ എന്നിട്ട് അടിച്ചതില്ലേ, ഉലുവ മാത്രം എന്നിട്ട് അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മള് അത് ഇതുപോലെ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കാണ്. അപ്പൊ ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രം ഒരു കുപ്പിയിൽ അങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും, കേടുവരാതെ സൂക്ഷിക്കണം. അങ്ങനെ അച്ചാർ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞൂസ ഉലുവപ്പൊടി എടുത്ത് തിന്നിട്ട് ഇപ്പൊ ഐസ് കട്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക്കില് ഐസ് കട്ട വെച്ചിട്ടുണ്ട്. അത് തണുപ്പിച്ചത് തിന്നണം. നമുക്കിത് മിക്സ് എടുക്കാം. അമ്മമ്മ കണ്ടെങ്കിൽ അപ്പൊ എനിക്കുള്ളത് ഞാൻ 20 പറഞ്ഞില്ല, എനിക്കുള്ളത് ഉണ്ടാക്കാൻ പോണ്. അപ്പൊ അമ്മമ്മ അതിനുള്ള സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സെറ്റാക്കി എടുക്കണം. അതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടി ഇതെന്തിട്ട് ഉലുവയുടെ പൊടിയില്ലേ, ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇട്ടിട്ടുണ്ട്.